ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ മustapapa. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന പ്രിലിംസ് UPSC എക്സാമിന് മുന്നേ ആയിട്ട് നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലാസ്റ്റ് ലാബ് ഫ്രീ റിവിഷൻ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. യൂട്യൂബ് ലൈവായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും ഓരോ ദിവസത്തെ ക്ലാസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. അതിൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. ഒരു നാളുകൾക്ക് അതിൽ ജോയിൻ ചെയ്തവരായിരിക്കും. ഇനി ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ആ ടെലിഗ്രാമിലൂടെ ഞാൻ മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൻ്റെ ചില ഗ്രൂപ്പുകൾ നമ്മൾ ഇനി ഫോം ചെയ്യുന്നുണ്ട് കൂടുതൽ ഇൻട്രാക്ഷൻ വരുത്താൻ വേണ്ടി. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് ലാബ് റിവിഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത്. പ്രിലിംസിലോട്ട് വരുന്ന എല്ലാ സബ്ജക്റ്റുകളും ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, CSAT, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന രീതിയിലുള്ള ലാസ്റ്റ് ലാബ് റിവിഷനാണ്. അഥവാ നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളൊക്കെ പല സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ട്. ഇതൊരു റിവിഷൻ മോഡിലാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കിലും ഓരോ ചാപ്റ്ററിലും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്ലാസ് പോകുന്നത്. യൂട്യൂബ് ലൈവായിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. നമ്മുടെ ലൈവ് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ നമുക്ക് രാത്രി 8 മണിക്കാണ്. ഇത്ര ദിവസം മാത്രമേ ഉള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട സബ്ജക്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ലൈവാണ് ഉണ്ടാവുക. ചില ദിവസങ്ങൾ ലൈവ് ഇടാൻ പറ്റാത്ത ക്ലാസ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ യൂട്യൂബ് ലൈവായിട്ട് 8 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പം പറ്റുന്നവർ ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യുക. ലൈവ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഇൻട്രാക്റ്റീവ് ക്ലാസ് ആയിട്ട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാൻ പറ്റും. ഇന്ന് മുതൽ നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ്, ഇന്ന് ഫസ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ ഒരു ടെസ്റ്റ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും സബ്ജക്റ്റ്. പിന്നെ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ സബ്ജക്റ്റ് ഉദ്ദേശിക്കുന്നത്, ഓരോ സബ്ജക്റ്റ് അതിൻ്റെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ടെലിഗ്രാം ചാനലിലൂടെ അറിയിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് മുമ്പത്തെ ക്ലാസ്സുകളോട് ഇപ്പം ലക്ഷ്മികാന്തിൻ്റെ പൊളിറ്റി, മറ്റുള്ള സ്പെക്ട്രം വെച്ചുകൊണ്ട് ഹിസ്റ്ററി, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇനി മുതൽ കറണ്ട് അഫയേഴ്സിന്, നാളെ മുതൽ കറണ്ട് അഫയേഴ്സ് ഡെയിലി അനാലിസിസ് നിരന്തരമായിട്ട് പല ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ്, ഹിന്ദു അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യും, ഇനി മുതൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലിങ്ക്, അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാമിലൂടെ ഇടും, ഇവിടെയും കാണാൻ പറ്റും. അതിന് വേണ്ടിയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ലൈവ് ഇടുന്നതിൻ്റെ അരമണിക്കൂർ മുതൽ നിങ്ങൾക്ക് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ലൈവ് ഉള്ള ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും, ലൈവ് തുടങ്ങിയ നോട്ടിഫിക്കേഷനൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ ക്ലാസ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എല്ലാ സമയത്തും എന്ത് ചെയ്യുക, എന്നെ അറിയിക്കുക, കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഈ ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റിയും മറ്റുള്ള എന്തെങ്കിലും സജഷൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആയിരിക്കും, ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചില പെയ്ഡ് ക്ലാസ്സുകൾ നമ്മുടേതായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ 2024 പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ള ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ മുതൽ തുടങ്ങി പ്രിലിംസ്, PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് കടന്നു പോകുന്ന ഒരു കോഴ്സ് ഉണ്ട്. പുതിയ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2024. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ NCERTയുടെ മാത്രമായിട്ടുള്ള ക്രാഷ് കോഴ്സ്, NCERT ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ പറ്റുന്നതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ക്ലാസ്സുകൾക്ക് സൂമിലൂടെ ഒന്നുകൂടി ഇൻട്രാക്റ്റീവായിട്ട് ക്ലാസ് നടക്കുന്നതിൽ ചെറിയ പേയ്മെൻറ്റോട് കൂടിയുള്ള ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, അതിൽ ബന്ധപ്പെടാം. ഇനി കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും സെൽഫായിട്ടും പഠിച്ച് അതിൻ്റെ കൂടെ ഒരു ഇൻഡിവിജ്വൽ മെൻറ്ററെ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അറിയാനൊക്കെ നമ്മുടെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ലൈവ് ലാസ്റ്റ് ലാബ് റിവിഷൻ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, എല്ലാവരും പങ്കെടുക്കുക, പഠിക്കുക, അതിൻ്റെ കൂടെ നന്നായിട്ട് പഠിക്കുക, ടെസ്റ്റുകൾ ചെയ്യുക. ഇപ്പോൾ ഈ അവസാന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, പ്ലസ് അതിൻ്റെ കൂടെ മാക്സിമം ടെസ്റ്റുകൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ വിഷൻ്റെ ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് സീരീസ് മാത്രം ഫോളോ ചെയ്യാൻ അതും പറ്റും. പക്ഷേ മാക്സിമം ഓരോ സബ്ജക്റ്റിനും ഒന്നോ രണ്ടോ മൂന്നോ ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റ് വൈസായിട്ട് ചെയ്ത് നോക്കുക, എന്താണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുക, ഓരോരോ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ ഏരിയാസ് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ CSAT വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഭയങ്കര സില്ലാക്കി വിടരുത്. കാരണം പല ആൾക്കും GS കവർ ചെയ്ത് CSAT ക്ലിയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ വർഷങ്ങളിലോ 30 വർഷങ്ങളൊക്കെ ഒരുപാട് കണ്ടതാണ്. പിന്നെ ഒരുപാട് ആളുകൾ ആ സമയത്ത് ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി CSAT നന്നായിട്ട് നോക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം, എല്ലാവരും അറ്റൻഡ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ഇപ്പോൾ ഒട്ടും ഫീസും കൊടുക്കാൻ പഠിച്ച് ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും, അവരിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും